വിശുദ്ധ കാർലോ അക്വിറ്റസ് എന്ന ഒരു പുണ്യവാനെ ഈ തിരുസഭയ്ക്ക് തന്ന നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് പ്രത്യേകം ഇഷ്ടമുള്ള ഒരു വിശുദ്ധനായിരുന്നു കാർലോ അക്വിറ്റസ്. കാരണം ഈ നൂറ്റാണ്ടിൽ തന്നെ മരിച്ച് ഈ നൂറ്റാണ്ടിൻ്റെ എല്ലാ നന്മകളും ജീവിതത്തിൽ സ്വന്തമാക്കിയ, ഈ നൂറ്റാണ്ട് വിശുദ്ധരാകാൻ ഏറ്റവും അനുയോജ്യമായ നൂറ്റാണ്ടാണ് എന്ന് നമ്മെ പഠിപ്പിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ കാർലോ അക്വിറ്റസ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുമായിരുന്നു, ഈ വിശുദ്ധൻ്റെ രൂപം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കൈകൂപ്പി പിടിച്ച് വെള്ള ഉടുപ്പിട്ട് കൊന്തയും പിടിച്ചിരിക്കുന്ന ഒരു പുണ്യവാളനെ നിങ്ങൾ സൃഷ്ടിക്കരുത്. മറിച്ച് ജീൻസും ടീഷർട്ടും ധരിച്ച് ഫുട്ബോൾ കളിക്കുന്ന, പുറകിൽ ബാക്ക് പാക്കുമായി യാത്ര പുറപ്പെടുന്ന ഒരു യുവാവായിട്ട് അവനെ ചിത്രീകരിക്കണം എന്ന് പിതാവ് ആഗ്രഹിച്ചിരുന്നു. ഫ്രാൻസിസ് പാപ്പായുടെ ആ ഒരു ദർശനമാണ് നമ്മൾ വിശുദ്ധ കാർലോ അക്വിറ്റസിൻ്റെ തിരുസ്വരൂപത്തെ നോക്കുമ്പോൾ ദർശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതം സന്തോഷിക്കാനുള്ളതാണ്. അതാണ് കാർലോ അക്വിറ്റസ് നമ്മളോട് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ തത്വം. ജീവിതം എന്നത് നിരാശപ്പെടാനോ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാനോ ഉള്ളതല്ല. കാർലോ അക്വിറ്റസ് സന്തോഷിക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരികയാണ്. വളരെ ലളിതമാണ്. കൊച്ചുത്രേസ്യ പുണ്യവതിയെ പോലെ കാർലോ അക്വിറ്റസിൻ്റെയും ജീവിത ദർശനങ്ങളും ആത്മീയ പാഠങ്ങളും ഏറെ ലളിത സുന്ദരങ്ങളാണ്. അദ്ദേഹം പറയും, നാം നമ്മിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നതാണ് സങ്കടം, നാം ദൈവത്തിങ്കിലേക്ക് നോക്കുന്നത് സന്തോഷമാണ്. പ്രിയപ്പെട്ട യുവജനങ്ങളെ, നാം സങ്കടപ്പെടുന്നുവെങ്കിൽ നാം നമ്മെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് കൊണ്ട്, നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് അമിതമായി വ്യഗ്രതപ്പെടുന്നത് കൊണ്ടാണ് എന്ന് ഈ വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നീ സ്വർഗത്തിലേക്ക് നോക്കുക, ദൈവത്തെ നോക്കുക, സത്യമായും നിനക്ക് സന്തോഷിക്കാൻ പറ്റും. കാർലോ അക്വിറ്റസിന്റെ ഈ ഒരു ദർശനം കടമെടുത്തുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ക്രിസ്തുസ് വിവിത്തിൽ പറഞ്ഞത്, യുവജനങ്ങളെ, നിങ്ങൾ തേടി നടക്കുന്ന സന്തോഷം അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മദ്യത്തിൽ കണ്ടെത്താൻ പറ്റില്ല, മയക്കുമരുന്നിൽ കണ്ടെത്താൻ പറ്റില്ല, തെറ്റായ ബന്ധങ്ങളിൽ കണ്ടെത്താൻ പറ്റില്ല, സമ്പത്തിൽ കണ്ടെത്താനാവില്ല, ഉയർന്ന ജോലി ലഭിച്ചാൽ കണ്ടെത്താനാവില്ല, വിദേശത്ത് ഏതെങ്കിലും കമ്പനിയിൽ ഉന്നത സ്ഥാനത്തെത്തിയത് കൊണ്ട് നിന്റെ ജീവിതത്തിന്റെ സന്തോഷം നീ കണ്ടെത്തില്ല. നിന്റെ ജീവിതത്തിന്റെ സന്തോഷം, നീ അന്വേഷിച്ച് നടക്കുന്ന ആ സന്തോഷത്തിനൊരു മുഖമുണ്ട്, ആ സന്തോഷത്തിനൊരു പേരുണ്ട്, അത് നസ്രായനായ യേശു എന്നാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ ഈ ദർശനം ഈ കൊച്ചു പുണ്യവാളനിൽ നിന്ന് കടമെടുത്തതാണ്. അത് പരിശുദ്ധ പിതാവ് ഏറ്റുപറയുന്നുണ്ട്. പരിശുദ്ധ പിതാവിനെ പോലും പഠിപ്പിക്കാൻ തക്ക വിധത്തില് പരിശുദ്ധി നിറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ നമുക്ക് വിശുദ്ധനായി സഭാമാതാവ് നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ ലളിത സുന്ദരമായി സമീപിക്കാൻ, നാം എല്ലാം ജീവിതത്തെ ഒരുപാട് സങ്കീർണതകളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ വിശുദ്ധ കാർലോസ് അക്വിറ്റസ് പുണ്യവാൻ സ്വർഗത്തെ നോക്കി നടക്കാൻ പഠിച്ചു. സ്വർഗത്തിന്റെ വഴിയെ നടക്കുന്നത് സന്തോഷമാണ് എന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ആ വിശുദ്ധൻ തരുന്ന ഏറ്റവും സമുന്നതമായ പാഠം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കാർലോസ് അക്വിറ്റസ് പുണ്യവാളന്റെ രണ്ടാമത്തെ സവിശേഷത, ആ പുണ്യവാളന് പരിശുദ്ധ കുർബാനയോടുള്ള അനിതര സാധാരണമായ ഭക്തിയാണ്. പരിശുദ്ധ കുർബാന ഈശോ തന്നെയാണ് എന്ന ഉത്തമ ബോധ്യം ഈ വിശുദ്ധനുണ്ടായിരുന്നു. പരിശുദ്ധ കുർബാനയെ നോക്കിയിരിക്കുമ്പോൾ
ഞാൻ എൻ്റെ ഈശോയെ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. പരിശുദ്ധ കന്യകാമാതാവ് ഈശോയുടെ മുഖത്ത് നോക്കിയപ്പോൾ ഈശോയെ എങ്ങനെ കണ്ടോ അതുപോലെ ഞാൻ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കാണുന്നു എന്നാണ് വിശുദ്ധ കാർലോ അക്വിറ്റസ് പുണ്യവാളൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ഈ പുണ്യവാളന്റെ തിരുനാൾ ആഘോഷിക്കാൻ ഒരുക്കിയത് വിളക്കന്നൂരിലെ ദേവാലയമാണ് എന്നുള്ളത് കേവലം യാദൃശ്ചികമായൊരു കാര്യമാണ് എന്ന് നാം വിചാരിക്കരുത്. യുവജനങ്ങള് ഈ വിളക്കന്നൂരിലേക്ക് തീർത്ഥാടനം നടത്തുന്നു, വിശുദ്ധ കാർലോസ് അക്വിറ്റസിന്റെ തിരുനാൾ ആഘോഷിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു സാദൃശ്യത്തെ കുറിച്ച് ചിന്തിച്ചേയില്ല. പക്ഷേ ദൈവം ഒരുക്കിയ ദേവാലയമാണിത്, ദൈവം ക്രമീകരിച്ച തീർത്ഥാടനമാണിത്. വിശുദ്ധ കാർലോ അക്വിറ്റസ് പുണ്യവാളൻ വിശ്വാസം കൊണ്ട് എന്താണോ പരിശുദ്ധ കുർബാനയിൽ കണ്ടത്, പ്രിയപ്പെട്ടവരെ, അത് സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ, നഗ്നനേത്രം കൊണ്ട് കാണാൻ, ഈ പരിശുദ്ധ കുർബാന ഈശോയുടെ തിരുമുഖം തന്നെയാണ് എന്ന് കാണാൻ ദൈവം നമുക്ക് ഈ ദേവാലയത്തിൽ അവസരമൊരുക്കിയിരിക്കുക. ഈ തിരുമുഖം കാണാത്തവര്, ഈ തിരുമുഖത്തെ മനസ്സിലാക്കാൻ കൃപയില്ലാത്തവര് അവിടെയും ഇവിടെയും ഇരുന്ന് ഓരോരോ വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയുന്നത് ചിലപ്പോഴൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ ഓർക്കുക, അവരോടെല്ലാം എനിക്ക് ഒന്നേ പറയാനുള്ളൂ: നിങ്ങൾക്ക് പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം ആഴപ്പെടണമെന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറണമെങ്കിൽ, ഈ തിരുമുഖത്തിന്റെ മുന്നിൽ വന്ന് മുട്ടിൽ നിന്ന് 10 മിനിറ്റ് കരങ്ങൾ കൂപ്പി എല്ലാ അഹന്തയും വെടിഞ്ഞ് പ്രാർത്ഥിക്കുക. സത്യം സത്യമായും ഇത് ഈശോയുടെ തിരുമുഖമാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാകും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അംഗീകരിച്ച് റോമിലെ എല്ലാ പരീക്ഷണ നിരീക്ഷണങ്ങളും പൂർത്തിയാക്കി, നമ്മളോട് നടത്താൻ പറഞ്ഞ എല്ലാ പഠനങ്ങളും ശാസ്ത്രീയമായി പൂർത്തിയാക്കി നാം റോമിലേക്ക് അയച്ചു കൊടുത്ത റിപ്പോർട്ടുകൾ കൂടി പഠിച്ച് ദൈവശാസ്ത്ര കമ്മീഷനുകളുടെ അംഗീകാരത്തോടെ പരിശുദ്ധ സഭ നമുക്ക് തന്ന അമൂല്യനിധിയായ അടയാളമാണ് ഈ തിരുമുഖം എന്നത് ആരും വിസ്മരിക്കരുത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയെ ഭയപ്പെടുന്നത് ഈ ഭൂമിയിൽ പിശാച് മാത്രം. ദൈവജനം എപ്പോഴെല്ലാം പരിശുദ്ധ കുർബാനയിലേക്ക് അടുത്തു വരുന്നുവോ, പരിശുദ്ധ കുർബാനയിലുള്ള ഭക്തിയിൽ ആഴപ്പെടുന്നുവോ, അപ്പോഴെല്ലാം പിശാച് ഓരോരോ തന്ത്രങ്ങളുമായി ഇറങ്ങും എന്നുള്ളത് നാം തിരിച്ചറിയുക. പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ, പരിശുദ്ധ കുർബാന ഈശോയുടെ തിരുമുഖം തന്നെയാണ്, അത് ഈശോ തന്നെയാണ് എന്ന വലിയ സത്യം ലോകത്തെ പഠിപ്പിക്കുവാൻ ദൈവം നമുക്കൊരുക്കി തന്ന അനുഗ്രഹമാണ് ഈ തിരുമുഖത്തിന്റെ ദർശനം. ഓർക്കുക, കാർലോസ് അക്വിറ്റസ് പുണ്യവാളൻ വിശ്വാസം കൊണ്ട് കണ്ടത് ഈ കാഴ്ചയായിരുന്നു. വിശ്വാസം കൊണ്ട് ആ വിശുദ്ധൻ കണ്ട കാഴ്ച നഗ്നനേത്രങ്ങൾ കൊണ്ട് പ്രിയപ്പെട്ട യുവജനങ്ങളെ നമുക്ക് കാണാൻ ദൈവം അവസരമൊരുക്കി തന്നതിൻ്റെ പിന്നില് ഈ പുണ്യവാളന്റെ മാധ്യസ്ഥം കൂടിയുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. വിശുദ്ധ കാർലോസ് അക്വിറ്റസ് 15-ാം വയസ്സിൽ ക്യാൻസർ രോഗം വന്ന് മരണമടഞ്ഞ വ്യക്തിയാണ് എന്ന സത്യം നമ്മൾ ഓർക്കുക. ഈ ഭൂമിയിൽ ദൈവാനുഗ്രഹത്തിന്റെ അടയാളം എന്ന് പറയുന്നത് ദീർഘായുസ്സും കരുത്തുറ്റ ശരീരവും അതുപോലെ ഉന്നതമായ ജോലിയും സൗഭാഗ്യം നിറഞ്ഞ കുടുംബവുമാണ് എന്ന് പ്രിയപ്പെട്ട യുവജനങ്ങളെ നമ്മളെല്ലാവരും ധരിച്ചു വയ്ക്കുന്നുണ്ട്. ഈ വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവിങ്കലേക്ക് പോവുക, അതാണ് ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്. നമ്മൾ ഈ ഭൂമിയിലെ ഭൗതികമായ യാതൊന്നിലേക്കും
ലക്ഷ്യം വയ്ക്കരുത്. നമ്മുടെ ലക്ഷ്യം എപ്പോഴും നിത്യതയിലെ നിത്യനായ ദൈവം മാത്രമായിരിക്കണം എന്ന് ഈ വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട യുവജനങ്ങളെ, ഈ പ്രായത്തിൽ അങ്ങനെ ചിന്തിക്കാനും അങ്ങനെ പറയാനും അങ്ങനെ ജീവിക്കാനും ഏറെ ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ വിശുദ്ധൻ നമുക്ക് തരുന്ന ഉന്നതമായ പാഠം അതാണ്. ജീവിതത്തിൽ ദൈവത്തെ നഷ്ടപ്പെടുത്തുന്നത് മാത്രമാണ് നഷ്ടം. വേറെ എല്ലാം പരിഹരിക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധൻ പറഞ്ഞത്, പാപത്തിൽ വീണാൽ ഏറ്റവും വേഗത്തിൽ പോയി കുമ്പസാരിക്കുക. ഈ കുമ്പസാരം എന്ന കൂദാശയ്ക്ക് നിന്നെ സ്വർഗത്തിലേക്ക് ചേർത്ത് നിർത്താനുള്ള കഴിവുണ്ട് എന്ന് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ കുമ്പസാരവും ജീവിതത്തിന്റെ ശക്തി സ്രോതസ്സുകളായി സ്വീകരിച്ചുകൊണ്ട് എല്ലാ സഹനങ്ങളിലും കർത്താവിന്റെ തിരുമുഖത്ത് നോക്കിയിരിക്കാൻ കാർലോസ് അക്വിറ്റസിന് കഴിഞ്ഞു. വിളക്കന്നൂരിലെ ഈശോയുടെ തിരുമുഖത്തെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അത് സഹിക്കുന്ന പീഡാനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഈശോയുടെ തിരുമുഖമാണത്. അത് ചിരിക്കുന്ന മുഖമല്ല. പീഡനങ്ങളിലൂടെ സഹനത്തിന്റെ തീവ്രതമമായ നിമിഷങ്ങളെ അഭിമുഖീകരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ തിരുമുഖമാണ് നമുക്ക് അവിടുന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. മകനെ, മകളെ, നിന്റെ എല്ലാ സഹനങ്ങളും കണ്ണുനീരും വേദനയും ഞാൻ കണ്ടു എന്ന് ദൈവം നമ്മോട് പറഞ്ഞു തരുന്ന ഈ തിരുമുഖത്തിന്റെ മുൻപിൽ വന്ന് ഹൃദയപൂർവം പ്രാർത്ഥിച്ചിട്ട് ആശ്വാസം കിട്ടാത്ത ഒരു വ്യക്തി പോലുമില്ല എന്ന് ഇവിടെ വന്നവരെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് അനേകർ വീണ്ടും വീണ്ടും ഈ തിരുസന്നിധി തേടി വരുന്നത് എന്നുള്ളത് നമുക്ക് സന്തോഷത്തോടെ തിരിച്ചറിയാം. നമ്മുടെ മലയോരത്തെ ഒരു പാവപ്പെട്ട ഇടവക പള്ളിയെ ദൈവം ഇത്ര വലിയ അടയാളമായി ഉയർത്തിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.